ഓക്കെ. സുഹൃത്തുക്കളെ, ഇന്ന് ഞാൻ സംസാരിക്കുന്നത് ഈ മാറ്റങ്ങളെ കുറിച്ചാണ്. പ്രത്യേകിച്ച് നമ്മുടെ മദ്യാസക്ത രോഗത്തിന് ഉള്ളിലുള്ള മാറ്റങ്ങൾ നമ്മൾ എങ്ങനെ സ്വീകരിക്കുന്നു, ഏത് രീതിയിൽ സ്വീകരിച്ചാലാണ് നമുക്ക് ഒരു സുബോധ ജീവിതത്തിൽ കൂടി മുമ്പോട്ട് പോകാൻ പറ്റുന്നത്. അപ്പോൾ ആ മാറ്റങ്ങളെ കുറിച്ചാണ് ഞാൻ സംസാരിക്കുന്നത്. പലപ്പോഴും നമ്മൾ ഈ മാറ്റങ്ങൾ ശരിയാക്കുന്നതിന് പ്രധാന കാരണം മുൻവിധിയാണ്. മുൻവിധി മറ്റൊക്കെ ഒരു പലപ്പോഴും ഒരു മുൻവിധിയുണ്ട്. അയാളിപ്പോ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഈ മദ്യം, ആ മദ്യത്തിലുള്ള അയാളുടെ ജീവിതം, അതിനെ കുറിച്ച് അയാൾക്കൊരു മുൻവിധിയുണ്ട്. അതങ്ങനെ ഒരു ഉപദ്രവമൊന്നും ഉണ്ടാക്കാത്തൊരു പരിപാടിയാണ്. അത് അങ്ങനെ പൊയ്ക്കോളും, അത് ജീവിതത്തിന്റെ ഒരു ഭാഗമാണ്. എത്രയോ ആൾക്കാർ ലോകത്ത് പിടിക്കുന്നു. അവരൊക്കെ ഒരു സോഷ്യൽ ഡ്രിങ്കർ, ഒരു ഉല്ലാസത്തിന് വേണ്ടി ഒരു സാമൂഹ്യ ജീവിയായിട്ടുള്ള ഞാൻ മറ്റാരെയും പോലെ പിടിക്കുന്നു, ഒരു പ്രശ്നമില്ല. ഇങ്ങനെയൊക്കെയുള്ള മുൻവിധി, ഈ മുൻവിധി നമുക്ക് ഒത്തിരി പ്രശ്നങ്ങളുണ്ടാകും. ഇതിന് പ്രിജുഡീസ് എന്ന് പറയും. പ്രിജുഡീസ് മിക്കവാറും വ്യത്യാസത്തിലും മറ്റ് ലഹരി സബ്സ്റ്റൻസ് ഉപയോഗിക്കുന്ന ആൾക്കാരും ഒരു മുൻവിധിയോടു കൂടിയാണ് കുടിക്കുന്നതും ജീവിതത്തെ സമീപിക്കുന്നതും, അല്ലെങ്കിൽ മറ്റു ലഹരി ഉപയോഗിക്കുന്നതും ജീവിക്കുന്നതും എല്ലാം തന്നെ ഒരു മുൻവിധിയോടു കൂടിയാണ്. അത് ഉപദ്രവകരമായിട്ടൊരു വെല്ലുവിളി ഉണ്ടെന്നും പ്രശ്നമില്ലെന്നും ഉള്ള ഒരു മുൻവിധി. നമുക്ക് അതിൻ്റെ ഉള്ളിലേക്ക് വളരെ ആഴത്തിൽ ഒന്ന് നോക്കാം. ഇപ്പോൾ ആദ്യമായിട്ട് പ്രോഗ്രാമിൽ വന്ന സുഹൃത്തുക്കളുണ്ടെങ്കിൽ ഈ മദ്യാസക്ത രോഗം എന്ന് പറയുമ്പോൾ ഇതൊരു രോഗമാണ്, മുന്നോട്ട് വളർന്നു വരുന്ന രോഗമാണെന്നുള്ള കാര്യം മനസ്സിലാക്കണം. അതിപ്പോൾ പെട്ടെന്ന് മനസ്സിലാകുന്നത് പതുക്കെ നിങ്ങൾ അതിനെപ്പറ്റി സംസാരിക്കുമ്പോൾ മനസ്സിലാവും. അത് പല തരത്തിലും നമ്മൾ സയന്റിഫിക് ആയിട്ടുള്ള തെളിവുകൾ, ശാസ്ത്രീയമായിട്ടുള്ള തെളിവുകളെ വെച്ച് നോക്കുമ്പോൾ ഇതൊരു രോഗമാണ്. ഇത് ജനിതകമായിട്ട് നോക്കുകയാണെങ്കിൽ ആ രീതിയിൽ രോഗമാണ്. കാരണം ഒരു പാരമ്പര്യം, സ്ട്രോങ് ആയിട്ടുള്ളൊരു പാരമ്പര്യമുണ്ട്. 60% പാരമ്പര്യം ഉണ്ടെന്ന് പറയുന്നു. പിന്നെ ചുറ്റുപാടും പാരമ്പര്യമായിട്ട് ഇടപെടുമ്പോഴാണ് ഒരാളുടെ മദ്യാസക്ത രോഗം നല്ല ശക്തമായിട്ട് പുറത്തേക്ക് വരുന്നത്. രണ്ട് കാരണമുണ്ട്. ഇപ്പോൾ ഒന്ന്, പല സുഹൃത്തുക്കളും കണ്ടംപററി ഉള്ള സുഹൃത്തുക്കളും പിയർ ഗ്രൂപ്പ് എന്നൊക്കെ പറയാം. നമ്മളുമായിട്ട് സൗഹൃദമുള്ള മദ്യപിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരുടെ സാമൂഹ്യം, അത് 40 മുതൽ 45% വരെ മദ്യാസക്ത രോഗത്തിനെ ശക്തിപ്പെടുത്തും. അപ്പോൾ പാരമ്പര്യമുണ്ട്, സൗഹൃദങ്ങളുണ്ട്. അതുകൂടാതെ മൂന്നാമത്തെ ഒരു വളരെ പ്രധാനപ്പെട്ട സംഗതി മാനസികമായിട്ടുള്ള പ്രശ്നങ്ങളിൽ നിന്ന് അതിനെ മറികടക്കാനുള്ള ഒരു ഉപായം എന്ന നിലയ്ക്ക് മദ്യം ഉപയോഗിക്കുന്നുണ്ട്, മറ്റുള്ളവർ ഉപയോഗിക്കുന്നുണ്ട്. കൂടാതെ പലപ്പോഴും നമ്മുടെ ചില ധാരണകൾ, ഉല്ലാസത്തിനും ഒരു ലക്ഷട്ടൈം നല്ല ഇതായിട്ട് ചെലവഴിക്കാനൊക്കെ ആയിട്ട് പ്രശ്നമില്ലാത്തൊരു പരിപാടി എന്നുള്ള രീതിയിൽ അങ്ങനെ ആ രീതിയിൽ ഉപയോഗിക്കുന്ന ആൾക്കാരുണ്ട്. അത് കൂടാതെ ഒരു സാമൂഹ്യ ജീവിതത്തിൽ ഒഴിച്ചുകൂടാൻ വയ്യാത്ത ഒരു സന്തോഷത്തിന്റെ ഒരു പരിപാടിയാണെന്ന് വിചാരിക്കുന്നവരുണ്ട്. എന്തൊക്കെയാലും ശരി, മദ്യാസക്തി തെളിവുകളുടെ സാമീപ്യത്തിൽ അത് ഒരു വലിയ സീരിയസ് രോഗമാണ്. ബ്രെയിൻ ഡിസീസ്, അതായത് മുന്നോട്ട് വളരുന്ന തലച്ചോറിന്റെ ഒരു സൂക്കേടാണ്. ഈ തലച്ചോറിന്റെ സൂക്കേടെന്ന് പറയുന്നത് ഞെട്ടിപ്പിക്കുന്ന ഒരു വാർത്തയാണ്. പക്ഷെ പല ആൾക്കാർക്ക് ഒരു ഞെട്ടലുളവാക്കുന്നുണ്ടെന്നുള്ളതാണ്. അതുകൂടാതെ ഏറ്റവും വലിയ
ശാസ്ത്രീയ ഗ്രന്ഥങ്ങൾ, അമേരിക്കയുടെ ഏറ്റവും വലിയ ശാസ്ത്രീയ ഗ്രന്ഥമാണ് ICD, മറ്റേ DSM-5. അമേരിക്കയിലെ മധ്യാസക്ത രോഗത്തിന് മറ്റു ലഹരി രോഗങ്ങളെ കുറിച്ചുള്ള വിവരം നൽകുന്ന ഏറ്റവും വലിയ ഗ്രന്ഥമാണിത്. അതുപോലെ ലോകാരോഗ്യ സംഘടനയുടെ ഒരു പുസ്തകമാണ് ICD-10. ഇതൊക്കെ ഈ രോഗത്തെ ഉൾപ്പെടുത്തിയിരിക്കുന്നത് മാനസിക രോഗത്തിന്റെ വിഭാഗത്തിലാണ്. മധ്യാസക്ത രോഗമുള്ള ഒരാള് ഒരു മാനസിക രോഗിയായിട്ടാണ് അത് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. മാനസിക രോഗവും ഒരു സ്വഭാവ രോഗവും. ICD-10 തന്നെയാണ്. ഒരു കൂട്ടം രോഗങ്ങൾ തന്നെ, വൈറസുകൾ ഉപയോഗിച്ചുണ്ടാക്കുന്ന ഒരു കൂട്ടം രോഗങ്ങളെല്ലാം ഈ മാനസിക പെരുമാറ്റ രോഗത്തിന്റെ പട്ടികയിലാണ് ഉൾപ്പെടുത്തുന്നത്. ഇത് വളരെ ഗൗരവമുള്ള സംഗതിയാണ്. അത് വളരെ ഗൗരവത്തോടുകൂടി സമർപ്പിക്കണം. ആരും ഒരു മാനസിക രോഗിയായി മാറാൻ ഇഷ്ടപ്പെടുന്നില്ല. ഒരു സ്വഭാവ വൈകല്യ രോഗിയായിട്ട് മാറാൻ ആരും ഇഷ്ടപ്പെടുന്നില്ല. അപ്പൊ അങ്ങനെ ഒരു പുസ്തകത്തിൽ അത് ലോകത്തിലെ ഏറ്റവും വളരെ വിഖ്യാതമായുള്ള ഗ്രന്ഥത്തിൽ അത് പറയുന്നുണ്ടെങ്കിൽ അത് കണക്കിലെടുക്കുന്നതാണ്. നിസ്സാരമായിട്ട് തള്ളേണ്ട ഒരു സംഗതിയല്ല. അപ്പൊ ആ രീതിയിലാണ് നമ്മളെ സമീപിക്കുന്നത്. ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ് ഒരു മനുഷ്യന് ആഗ്രഹിക്കുന്നത് തുടക്കത്തിലായാലും അവസാനമായി ജീവിതത്തിൽ എപ്പോ ഉടനീളം അയാൾ ആഗ്രഹിക്കുന്നുണ്ടാണ് സ്വാതന്ത്ര്യം. ആ സ്വാതന്ത്ര്യം അയാൾ ജീവിക്കുന്ന കാലം മുഴുവൻ അയാൾ ഒരു സ്വതന്ത്ര മനുഷ്യനായിട്ട് ജീവിക്കാൻ കഴിയുന്ന ഒരു അടിമയായി മാറാൻ അയാൾ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ മധ്യാസക്ത രോഗി എങ്ങനെയുള്ള ഒരാളാണ്? അല്ലെങ്കിൽ മറ്റ് ലഹരി ഉപയോഗിച്ചിട്ട് തലച്ചോറിന് കേടുവെച്ച ഒരാൾ എങ്ങനത്തെ ഒരു രോഗിയാണ്? ഈസ് എ ഡിപ്പെൻഡന്റ്, ആശ്രിതൻ, ഒരു അടിമയാണ്. ഏറ്റവും വലിയ ശാസ്ത്രീയമായ തെളിവിന്റെ അടിസ്ഥാനത്തിൽ അയാളൊരു അടിമയും ഒരു ആശ്രയ ജീവിയാണ്. അപ്പോ അങ്ങനത്തെ ഒരു ജീവിതം ആർക്കും ഇഷ്ടപ്പെടുന്നില്ല. ഒരു തടവിലാണ്, ഒരു തടവിന്റെ ഉള്ളിലാണ്. അതുപോലെ തന്നെ നമ്മളെ തന്നെ മനസ്സിലാക്കുമ്പോഴും നമ്മുടെ മുന്നോട്ടുള്ള ജീവിതം, ലൈഫ് എഫക്ട്, നമ്മള് ഇനി വരാൻ പോകുന്ന ജീവിതം, ആ ജീവിതം മുഴുവൻ ഉടനീളം രോഗങ്ങൾ നിറഞ്ഞാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും നമ്മുടെ മനോഭാവം? അതാണ് മധ്യാസക്ത രോഗം. അതായത് നമ്മള് ഈ രോഗത്തിന്റെ ഉള്ളിലാണ്, ഒരു മാനസിക പെരുമാറ്റ വൈകല്യ രോഗത്തിന്റെ ഉള്ളിലാണ്. ഇനി വരാൻ പോകുന്നത്, ഇനി മുമ്പോട്ടുള്ള ജീവിതം എന്താണ്? അത് അതിലും വലിയ സംഗതിയാണെന്നാണ് പറയുന്നത്. കാരണം വെച്ചാൽ ഈ രോഗാവസ്ഥ മുന്നോട്ട് പുരോഗമിക്കുന്ന രോഗാവസ്ഥയാണ്. തലച്ചോറിന്റെ ഈ പേര് കൂടിക്കൂടി വരുള്ളൂ. കുറഞ്ഞു വരുമെങ്കിൽ ഒരേ ഒരു കാര്യം കുറഞ്ഞു വരാൻ സാധ്യതയുണ്ട്. ചില വിട്ട് നിന്ന് ഓരോ ദിവസം അത് ഉപേക്ഷിച്ച് അതില്ലാതെ ജീവിക്കുക എന്നുള്ളതാണ്. അപ്പൊ ഇതിൽ നമ്മളെ ഈ മുന്നോട്ടുള്ള ജീവിതത്തില് നമ്മുടെ സംസ്കാരം, നമ്മുടെ സമൂഹം, നമ്മുടെ കുടുംബം, നമ്മുടെ സൗഹൃദങ്ങള്, നമ്മുടെ ജോലി, ഇവിടെയൊക്കെ നമുക്ക് കഴിവുകൾ നഷ്ടപ്പെടും. നമ്മള് കഴിവുകൾ നഷ്ടപ്പെട്ട ഒരു മനുഷ്യനായിട്ട് മാറും. കൂടാതെ നമ്മളെ ചുറ്റിപ്പറ്റി ഒത്തിരി മാനസിക രോഗങ്ങൾ നമ്മുടെ പുറകെ കൂടും. കഠിനമായ മാനസിക രോഗങ്ങൾ. മധ്യാസക്ത രോഗത്തിന്റെ ഉള്ളിൽ നിൽക്കുന്നത് തന്നെ ഒരു മാനസിക രോഗമാണെന്ന് നേരത്തെ ഞാൻ പറഞ്ഞു. എന്നല്ല, ആ രോഗം മുന്നോട്ട് പോയി കഴിഞ്ഞാൽ കേടുവെച്ച് തലച്ചോറിന് കൂടുതൽ കേടുവെച്ച് സാധാരണ നമ്മൾ അറിയപ്പെടുന്ന കടുത്ത മാനസിക രോഗങ്ങൾക്ക് വിധേയനാകും. അപ്പോൾ ആ തരത്തിൽ നോക്കിയാലും ഇത് നമുക്ക് അനുകരിക്കാൻ പറ്റിയ, കൊണ്ടു നടക്കാൻ പറ്റിയ ഒരു ജീവിതശൈലിയല്ല, ഒരു മാരകമായിട്ടുള്ള ജീവിതശൈലി, ഒരു രോഗാവസ്ഥയാണ്. അപ്പൊ ഇതിനുള്ള ചികിത്സ എങ്ങനെയാണ്? ഇത് നമുക്ക് ആലോചിച്ച് നിൽക്കാനുള്ള സമയമില്ല. ഇത്രയും പറഞ്ഞതിൽ തന്നെ മനസ്സിലാവും ഒരു അർജൻസി, ഒരു ഭയങ്കരമായിട്ടുള്ള തീവ്രമായിട്ടുള്ള ഒരു അർജൻസി മാറ്റത്തിന് വേണ്ടി പെട്ടെന്ന് മാറുക. കാത്തിരുന്ന്
സമയം കളയുന്തോറും എത്രയോ വർഷങ്ങളാ പോകുന്നറിയാം. കാരണം ഈ രോഗത്തിന്റെ ഉള്ളില് നമുക്ക് നമ്മുടെ മനസാക്ഷി അനുസരിച്ച് കുറച്ച് കഴിയുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിനെ ചോദ്യം ചെയ്യും. നമ്മുടെ ബോധമനസ്സ് നമ്മളെ തന്നെ ചോദ്യം ചെയ്യും. അപ്പൊ ആ ചോദ്യം ചെയ്യുന്ന എന്താണ്? കുടി നിർത്താൻ ആഗ്രഹം ഉണ്ടെങ്കിലും കുടിച്ചോണ്ടിരിക്കുന്നു. ഒരു പരസ്പര വൈരുദ്ധ്യമാണ്. അതുപോലെ കുടിയെ ചോദ്യം ചെയ്യുമ്പോൾ ദേഷ്യം വരുന്നുണ്ടെങ്കിൽ അത് മറച്ചു വെച്ചുകൊണ്ട് വീണ്ടും കുടിക്കുന്നു. അതുപോലെ കുറ്റബോധം മാറാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും കുടിക്കുന്നതൊക്കെ കുറ്റബോധം വരുന്നുണ്ടെങ്കിലും വീണ്ടും കുടിക്കുന്നു. അവിടെയും വൈരുദ്ധ്യമുണ്ട്. അതുകൂടാതെ രാവിലെ ജോലിക്കിറങ്ങുമ്പോൾ മദ്യം കഴിച്ചിട്ട് പോകരുതെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടെങ്കിലും മദ്യം വാങ്ങിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ രാവിലെ കുടിക്കേണ്ടി വരും. ചിലപ്പോൾ മദ്യം കഴിച്ചാൽ ജോലിക്ക് പോകാൻ പറ്റാത്ത അവസ്ഥ വരും. അപ്പൊ ഇങ്ങനെ ഇതൊരു മാരകാവസ്ഥയാണ്. ശരീരവും മനസ്സും കീഴടങ്ങി എന്നുള്ളതിന്റെ തെളിവാണ് നമുക്ക് ലാസ്റ്റ് പറഞ്ഞു. അതുപോലെ ഓരോ ആൾക്കാരും ഓരോ തരത്തിലുള്ള മദ്യപാന രീതി അഡാപ്റ്റ് ചെയ്യുന്നു. കുടിച്ച് ബോധം തൊട്ട് അവിടെ കിടക്കുന്ന രീതി, അല്ലെങ്കിൽ ആഴ്ചയിൽ 3-4 ദിവസം തുടർച്ചയായിട്ട് കുടിക്കുന്ന രീതി കുടിക്കുന്നു. അല്ലെങ്കിൽ ദിവസം മുഴുവനും രാവിലെ മുതൽ രാത്രി വരെ കുറച്ചൊക്കെ കുടിച്ച് ഉപദ്രവം ജീവിക്കുന്ന രീതി. അല്ലെങ്കിൽ ഇതെല്ലാം കൂടി ഉൾപ്പെടുന്ന മദ്യം കഴിച്ചില്ലെങ്കിൽ യന്ത്രം പ്രവർത്തിക്കില്ല, ശരീരം പ്രവർത്തിക്കില്ല, മനസ്സ് പ്രവർത്തിക്കില്ല എന്നൊരവസ്ഥയിലെത്തിയിട്ട് ഉള്ള ആശ്രിത രോഗാവസ്ഥ. അതാണ് ഡിപ്പെൻഡൻസ്. അപ്പൊ ഇത് കുടുംബക്കാർക്ക് മനസ്സിലാവും എന്നുള്ളത് എനിക്കൊരു സംശയം. അപ്പോൾ മദ്യാസക്തി ഒരു വളർന്നു വരുന്ന രോഗമാണ്. മുന്നോട്ട് പോകുന്ന രോഗമാണ്. അത് ശരീരത്തിനെ ബാധിക്കുന്നുണ്ട്, മനസ്സിനെ ബാധിക്കുന്നുണ്ട്, വൈകാരിക അവസ്ഥകളെ ബാധിക്കുന്നുണ്ട്, ജോലിയെ ബാധിക്കുന്നുണ്ട്, കുടുംബ ജീവിതത്തെ ബാധിക്കുന്നുണ്ട്. അങ്ങനെ അത് ബാധിക്കാത്ത അവസ്ഥകളില്ല. ഒരു മനുഷ്യൻ എന്നുള്ള നിലയ്ക്ക് നമ്മുടെ ചുറ്റുപാടും പോലെ നമ്മുടെ ജനിതക പാരമ്പര്യം അതാണ് നമ്മൾ. അങ്ങനെയുള്ള ഒരു പാരമ്പര്യത്തിൽ നമുക്ക് നമ്മളെ തന്നെ നിയന്ത്രിക്കാനും നമ്മുടെ കാര്യങ്ങൾ നോക്കാനും മനസ്സിലാക്കാനും അഡ്ജസ്റ്റ് ചെയ്യാനും അതിനുള്ള കഴിവൊക്കെ മദ്യാസക്ത രോഗം നഷ്ടപ്പെടും. അവസാനം നമുക്ക് ലഭിക്കുന്നത് ഒരു ഇൻസൈൻ ഒരു ഭ്രാന്തിന് സമാനമായിട്ടുള്ള ഒരു ജീവിതമായിരുന്നു. ഇങ്ങനെയൊക്കെയുള്ള വാക്ക് ഉപയോഗിക്കും പല ആൾക്കാരും ഒരു ബുദ്ധിമുട്ടുള്ള വാക്കായിരിക്കും. ഇൻസാനിറ്റി എന്നൊക്കെ പറഞ്ഞാൽ തലക്കൊന്ന് കേടുവരുമ്പോഴുള്ള അവസ്ഥയാണത്. അതൊരു യാതൊരു സംശയമില്ല. ഇൻസാനിറ്റി എന്നൊക്കെ പറയുന്നത് നമ്മളത് ആരും അങ്ങനെയുള്ള അവസ്ഥയിൽ പോകാൻ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ രോഗത്തെ പറ്റി പറയുന്ന കാര്യങ്ങൾ വളരെ ഗൗരവമുണ്ട്. നമ്മളാരും ഒരു വയലൻസിന്റെ ഉള്ളിൽ എത്തിപ്പെടാൻ ആഗ്രഹിക്കുന്നില്ല. നമ്മുടെ ബോധത്തിന്റെ ഉള്ളിൽ ഒരു തരത്തിലും നമുക്ക് ബുദ്ധിമുട്ടുണ്ടാകാൻ നമ്മൾ ആഗ്രഹിക്കുന്നില്ല. നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ മറന്നുപോകാൻ നമ്മൾ ആഗ്രഹിക്കുന്നില്ല. നമ്മുടെ കഴിവുകൾ നഷ്ടപ്പെടാൻ നമ്മൾ ആഗ്രഹിക്കുന്നില്ല. നമ്മുടെ സത്യമായിട്ട് തന്നെ ക്ലിയർ ആയിട്ട് മറ്റുള്ളവർ മനസ്സിലാക്കണം നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട്. നമ്മള് മുഴുവൻ ജീവിതം നമുക്ക് ജീവിക്കാൻ അനുകൂലമായിട്ട് ഉപദ്രവങ്ങളില്ലാത്ത, മറ്റുള്ളവർക്ക് ഉപദ്രവമില്ലാത്ത ഒരു ജീവിതമായിരിക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നത്. അതാണ് ഹോൾ ലൈഫ്, ഈ ജീവിതം മുഴുവൻ. പക്ഷെ ഈ ജീവിതത്തിൽ നമുക്ക് ഒരു ഉൾക്കാഴ്ചയില്ലാത്ത രീതിയിൽ നമ്മളെ കൊണ്ടെത്തിക്കും. നമുക്ക് നമ്മുടെ ജീവിതത്തെക്കുറിച്ച് നമ്മൾ മെഡിറ്റേറ്റ് ചെയ്യുമ്പോൾ പക്ഷെ നമ്മൾ അതിനെ ഏറ്റവും പരിശുദ്ധമായിട്ട് നമ്മൾ കാണുമ്പോൾ നമ്മളെല്ലാവരും നമ്മുടെ ജീവിതത്തെ പരിശുദ്ധമായിട്ടാണ് കാണും. ഒരു വളരെ വിലപ്പെട്ട ഒരു സംഗതിയായിട്ട് കണക്കാക്കും. ആരും അങ്ങനെ മോശപ്പെട്ട് കണക്കാക്കുമെന്ന് എനിക്ക് തോന്നുന്നു.
അപ്പൊ ആ ഒരു ഇത് നമുക്ക് അസാധ്യമായിട്ട് മാറുന്നു. ഏറ്റവും വിലപ്പെട്ട ഒരു ജീവൻ എന്നുള്ള രീതിയിലുള്ള ആ മനസ്സിലാക്കലിന് പകരം എന്തോ ഒരു സംഭവം അതിൻ്റെ ഉള്ളിലുണ്ടാകും. അപ്പൊ അതുകൊണ്ട് പുതുമക്കാരായിട്ടുള്ള സുഹൃത്തുക്കളോട് ഞാൻ പറയുന്നു, നമ്മുടെ ഈ രോഗത്തെ കുറിച്ച് ഞാൻ കുറച്ച് കാര്യങ്ങൾ, വളരെ ഗൗരവമുള്ള കുറച്ച് കാര്യങ്ങൾ പറയും. കുറച്ച് നാളത്തെ മദ്യം കൊണ്ട് തന്നെ ഒരാള് ആർത്തിയുടെ ഉള്ളിലേക്ക് എത്തിക്കാനായിട്ട് കഴിയും. ഏത് അഡിക്ഷനും അത് ഇങ്ങനെയാണ്, ആർത്തിയുടെ ഉള്ളിലെത്തി. മറ്റൊന്ന്, അത് എല്ലാ ദിവസവും ജീവിക്കുമ്പോഴും അതിനെപ്പറ്റി ആലോചിക്കുമ്പോഴും അതിനെപ്പറ്റിയുള്ള ഒരു നിയന്ത്രണം അസാധ്യമായിട്ട് മാറുന്നുണ്ട്. ഇന്ന ദിവസം മദ്യം കഴിക്കണ്ട എന്ന് വിചാരിച്ചാൽ അത് അസാധ്യമായിട്ട് മാറുന്നു. അപ്പോൾ ഈ നിയന്ത്രണം നഷ്ടപ്പെടുന്നുണ്ട്. അതുപോലെ എപ്പോഴും നിർബന്ധങ്ങൾ വന്നുകൊണ്ടിരിക്കും ഉപയോഗിക്കാൻ വേണ്ടി, മനസ്സിങ്ങനെ പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കും. പിന്നെ ഒരു മരണം വരെ തിരിച്ചു പോകുന്ന ഒരു ദീർഘകാല രോഗമായിട്ട് മാറും. ചില വരുംവരായികൾ അറിഞ്ഞിട്ട് ആ അറിവുകളൊക്കെ മറികടന്ന് നിസാരാക്കി വരുംവരായികളെ വെല്ലുവിളിച്ചുകൊണ്ടുള്ള ഒരു ജീവിതം, ഒരു ഹൈ റിസ്ക് ജീവിതമാണ്. നമുക്ക് അത്യാവശ്യത്തെ രോഗത്തിൽ ഇങ്ങനെയൊക്കെയുള്ളൊരു ബുദ്ധിമുട്ട് വരുമ്പോൾ ഏതൊക്കെ അവയവങ്ങളാണ് അതിൻ്റെ ഉള്ളിൽ പെടുന്നത്? ഈ നിയന്ത്രണത്തിനൊക്കെ ബുദ്ധിമുട്ട് വരുന്നു, അതുപോലെ നമ്മുടെ കൺട്രോള് പോകുന്നു, ആർത്തി വരുന്നു. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും ആദ്യം നമ്മൾ മദ്യം കഴിക്കുന്നത് തന്നെയാണ് നമ്മൾ ആർത്തിക്ക് വിധേയമാകുന്നത്. നമ്മൾ വാഴക്കൂടിയല്ലേ നമ്മൾ മദ്യം കഴിക്കും. അപ്പോൾ അത് ആ ആർത്തിക്ക് വിധേയമാകുമ്പോഴത്തേക്കും അത് വായ മുതൽ അന്നനാള, ആമാശയം, കുടല്, കരള്, പാൻക്രിയാസ്, അങ്ങനെ ഈ ഭക്ഷണം കടന്നു പോകുന്ന എല്ലാ വഴി കൂടി തന്നെയാണ് മദ്യം കടന്നു. അപ്പൊ അവിടെ ആർത്തി അവിടെയാണ് തുടക്കം. അപ്പൊ ഈ ആർത്തി ഈ മദ്യം കടന്നു പോകുന്ന എല്ലാ സ്ഥലത്തും അത് പരിണിത ഫലങ്ങളുണ്ടാവും. കടന്നു പോകുന്ന മിക്കവാറും എല്ലാ സ്ഥലത്തും ക്യാൻസർ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. എത്രയോ ആളുകളുടെ കണ്ടുപിടിക്കും. വായ, അന്നനാള, ആമാശയം, കരൾ രോഗം, പാൻക്രിയാസിലെ ക്യാൻസർ, വൻകുടലിലെ ക്യാൻസർ, മലദ്വാരത്തിനടുത്തുള്ള ക്യാൻസർ, ഇവ സ്ത്രീകൾ മദ്യം കഴിച്ചാൽ ബ്രസ്റ്റിലെ ക്യാൻസർ. ക്യാൻസറിന്റെ കാര്യം തന്നെ ഇപ്പോഴത്തെ വലിയ സംഭവം. അതുപോലെ തന്നെ ഈ മദ്യം കഴിച്ചിട്ട് ഒരു രക്തത്തിൽ കൂടി കരളിലെത്തുന്നു, കരളിൽ വരുന്ന മാറ്റങ്ങൾ, വൃക്കകളിൽ വരുന്ന മാറ്റങ്ങൾ, മാംസപേശികളിൽ വരുന്ന മാറ്റങ്ങൾ, രക്തത്തിൽ വരുന്ന മാറ്റങ്ങൾ, എല്ലുകളിൽ വരുന്ന മാറ്റങ്ങൾ, ഇതൊക്കെ ആലോചിക്കുമ്പോഴത്തേക്കും ഇത് മിക്കവാറും ശരീരത്തിലെ എല്ലാ അവയവങ്ങളെയും ബാധിക്കും. നമ്മൾ നേരത്തെ പറഞ്ഞ പ്രോഗ്രസീവ് ബ്രെയിൻ ഡിസീസ്, അത് തന്നെ ഏറ്റവും ഭീകരമായിട്ടൊരവസ്ഥയാണ്. ഇതിപ്പോ ഞാൻ മിക്കവാറും സംസാരിക്കുന്ന സമയത്ത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ സംസാരിക്കാതിരിക്കാൻ പറ്റില്ല. കാരണം ഇതിന്റെ യാഥാർത്ഥ്യം എന്താണെന്ന് പുതുമക്കാരനായ ഒരാൾക്ക് മനസ്സിലാവണമെങ്കിൽ ആ സത്യം അയാൾക്ക് കൊടുക്കാതെ അയാൾ എങ്ങനെ മനസ്സിലാക്കും? ഇത് തുടക്കം മുതൽ ഒടുക്കം വരെ മരിക്കുന്നവരെ നമ്മളെ ഈ മദ്യം കൂടുതൽ അളവിൽ കുടിക്കാൻ പ്രേരിപ്പിച്ച് മാനസിക രോഗിയാക്കുന്ന ഒരു രോഗാവസ്ഥയാണ്. അതായത് ആൽക്കഹോൾ ഇൻഡ്യൂസ് ഡിസോർഡർ എന്ന് പറയും. മദ്യം ഉപയോഗിച്ചുള്ള മാനസിക രോഗത്തിന് അടുത്ത പടി മാനസിക രോഗം ഉണ്ടാക്കുന്ന മദ്യപാനം. അത് മാരകമായിട്ടുള്ള മാനസിക രോഗങ്ങൾ, 5-6 മാനസിക രോഗങ്ങൾ ഉണ്ടാക്കും. ഇതൊന്നും ഒരു സാധാരണ ഒരു ആളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് അറിവിന്റെ ലിസ്റ്റിലില്ല. ഇത് അയാളുടെ മനസ്സിൽ ഉള്ള അറിവിന്റെ ലിസ്റ്റിൽ ഇതൊന്നുമില്ല. അത് ഒരു കഠിനമായ വിഷാദ രോഗമോ അല്ലെങ്കിൽ വിഷാദവും ഉന്മാദവും മാറി മാറി വരുന്ന അവസ്ഥയോ, അല്ലെങ്കിൽ പുറത്ത് ലോകത്തെ സ്വീകരിക്കാനുള്ള ഭയം, അല്ലെങ്കിൽ
ഒരു ഇതുമായിട്ട് ഒരു സമൂഹത്തിന്റെ ഉള്ളിൽ പൊരുത്തപ്പെട്ട് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥ, ബുദ്ധിപൂർവം ജീവിക്കാൻ പറ്റാത്ത അവസ്ഥ, സത്യസന്ധമായിട്ട് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥ, മിക്കവാറും നുണകൾ തന്നെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കേണ്ട ഒരവസ്ഥ. അതുപോലെ ഏറ്റവും സൂക്ഷ്മമായിട്ടുള്ള ജോലിയിൽ വലിയ വിള്ളലുകൾ വീഴ്ത്തുന്ന ഒരു രോഗം. അതുപോലെ സ്കൂളിൽ ജീവിക്കുന്നവരോട്, ഉത്തരവാദിത്വം കാണിക്കേണ്ട ആൾക്കാരോട് അത് കാണിക്കാൻ പറ്റാതെ കഷ്ടപ്പെടുത്തുന്ന രോഗം. അപ്പൊ ഈ മുൻവിധി, എനിക്ക് പ്രശ്നമില്ല, എനിക്കിതൊക്കെ അറിയാം, ഞാൻ ഒരു കുഴപ്പമുണ്ടാക്കില്ല, ഞാൻ മിടുക്കനാണ്, അങ്ങനെയുള്ള മുൻവിധിയാണ് പലപ്പോഴും വിദ്യാഭ്യാസ രോഗത്തിന്റെ കാതലായ രൂപം. നമുക്ക് ഇതിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ കുറച്ച് കാര്യങ്ങളൊന്നും മനസ്സിലാക്കണം. നമ്മൾ നിന്ന് രക്ഷപ്പെടാൻ എപ്പോഴും ആഗ്രഹിക്കുന്നുണ്ട്. അതിനാണ് പ്രീ കണ്ടംപ്ലേഷൻ എന്ന് പറയുന്നത്. ഇംഗ്ലീഷിലാണ് പറയുന്നത്, നമ്മൾ ആലോചിച്ച് വെക്കുന്നുണ്ട് എല്ലാ മനുഷ്യരെ പോലെ. അങ്ങനെ മദ്യപാന രോഗത്തിന്റെ ഉള്ളിലേക്ക് ഒന്നും പോയി അങ്ങനെ മദ്യപാനിയായിട്ട് അറിയപ്പെടാൻ ആഗ്രഹിക്കുന്നില്ല. അതാണ് പ്രീ കണ്ടംപ്ലേഷൻ. അപ്പൊ അവിടെ താൻ രോഗിയുടെ കാര്യം അംഗീകരിക്കുന്നില്ല. അതങ്ങനെ എത്രയോ കാലം മുന്നോട്ട് പോയി കഴിഞ്ഞിട്ട് ഒരു ആലോചന വരും. അപ്പോൾ ജീവിതത്തിൽ കുറെ കഷ്ടപ്പാടുകളൊക്കെ വരും. പല ആൾക്കാരും നമ്മളെ വിട്ട് പോകും, നമ്മളായിട്ട് സഹകരിക്കാതാവും, നമ്മളിൽ നിന്ന് അകന്നു പോകും. നമ്മുടെ കഴിവ് നഷ്ടപ്പെടുമ്പോൾ ജോലിക്ക് വീഴ്ച ഉണ്ടാവും, സാമ്പത്തികം ഭയങ്കര ബാധ്യതയാവും, ചിലപ്പോൾ ചില ആക്സിഡന്റുകളൊക്കെ വരും, ചില കേസുകളൊക്കെ വരും. അതിങ്ങനെ അവസ്ഥ ഉണ്ടായാൽ പോലും നമ്മളിങ്ങനെ ആലോചിച്ച് നടക്കണം, അത് നിർത്തണോ വേണ്ടോ, ഒരു തീരുമാനം എടുക്കാൻ പറ്റുന്നില്ല. അതുപോലെ ആദ്യം ആലോചനയ്ക്ക് മുമ്പുള്ള സമയം അങ്ങനെ ആലോചിച്ചുകൊണ്ട് വെറുതെ നടക്കുമായിരുന്നു. പക്ഷെ ഇപ്പോൾ ആലോചന കുറിച്ച് കഠിനമായിട്ടുള്ള ഒരു ആലോചനയുണ്ട്. കാരണം ഈ ബാധ്യതകളൊക്കെ വന്നതോടുകൂടി എങ്ങനെ നിർത്താനുള്ള ആഗ്രഹം വന്നിട്ടുണ്ട്. പക്ഷെ അത് ഒരു തയ്യാറെടുപ്പ് നടത്താനും ഒരു പ്രവൃത്തിയിലേക്ക് പോകാനും നിർത്തിവെക്കാനും പറ്റുന്നില്ല. അങ്ങനെ എത്രയോ വർഷം, 10 വർഷം, 20 വർഷം, 25 വർഷം, 30 വർഷം, 38 വർഷം, അങ്ങനെ വർഷങ്ങൾ നീണ്ടു പോകുന്നുണ്ട്. എത്രയോ വർഷങ്ങൾ അങ്ങനെ ആലോചിച്ച് അങ്ങനെ പോവാണ്. അഥവാ ഒരു പ്രവൃത്തിയിൽ ഏർപ്പെട്ട് നിർത്തിവെക്കുക എന്നുള്ളൊരു പ്രവൃത്തി, ഈ ഗ്രൂപ്പിൽ ആൽക്കഹോളിക്സ് അനോണിമസിന്റെ ഗ്രൂപ്പിൽ വന്ന് നിർത്തിവെച്ച് ഒരു 2 ആഴ്ചയോ 3 ആഴ്ചയോ കഴിയുമ്പോൾ ഒരു പതനം ഉണ്ടാവുന്നു. കാരണം ഈ പ്രവൃത്തി നിലനിർത്താൻ പറ്റുന്നില്ല. വിട്ടു നിൽക്കുക, അല്ലെ പുതിയ ഉപേക്ഷിക്കുക എന്നുള്ള ആ പ്രോഗ്രാം ശരിക്കും വർക്കൗട്ട് ചെയ്ത് മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നില്ല. അത് വീണ്ടും ഒരു പഠനത്തിലേക്ക്, ഒരു പുനർപഠനത്തിലേക്ക് കൊണ്ടുപോയി വീണ്ടും തുടങ്ങിയ സ്ഥലത്ത് തന്നെ എത്തിച്ചേരേണ്ടി വരും. അങ്ങനെ വെറുതെ നമ്മളറിയാതെ സമയം അല്ലെങ്കിൽ കാലം ഇങ്ങനെ നഷ്ടപ്പെട്ടിരിക്കുന്നു, ആരോഗ്യം ഇങ്ങനെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. എല്ലാ കാര്യങ്ങളും, ജീവിതത്തിന്റെ എല്ലാ കാര്യങ്ങളും മുടക്കം വന്നുകൊണ്ടിരിക്കുകയാണ്. അത് നമ്മൾ അറിയുന്നില്ല. അവസാനം നമ്മൾ വളരെയധികം തളർന്ന് തരിപ്പണമായി കഴിയുമ്പോൾ, ഒരു യാതനയൊക്കെ വന്നു കഴിയുമ്പോൾ അന്നേരം ആർക്കും വേണ്ടാത്ത വെറുക്കപ്പെട്ട ഒരാളായി മാറി. പല ആൾക്കാരും ഈ പ്രോഗ്രാം അന്വേഷിച്ച് അവസാനം എത്തിച്ചേർന്ന ഈ സമയത്തൊക്കെ എത്തിച്ചേർന്ന എത്രയോ ആൾക്കാരുണ്ട്. അവർക്ക് പോലും വളരെ നന്മയുള്ളൊരു ജീവിതം തിരിച്ചു കിട്ടിയിട്ടുണ്ട്. അതാണ് മദ്യാസക്ത രോഗത്തിന്റെ ഈ ചികിത്സാ രീതി, ഈ ആൽക്കഹോളിക്സ് അനോണിമസിന്റെ 12 സ്റ്റെപ്പ് പ്രോഗ്രാം. അതങ്ങനെ അഗാധമായിട്ട് ഈ മരണത്തിലേക്ക് പോയ ആളെ പോലും തിരിച്ചു പിടിച്ച് കൊണ്ടുവരാനുള്ള ഒരു കഴിവ് ഇതിനുണ്ടാക്കുന്നു. പക്ഷെ അത് എല്ലാ ആളുകളിലും ഉണ്ടെന്നല്ല ഞാൻ പറയുന്നത്. അത് തീവ്രമായ രോഗമുള്ള ഒരാളെ പോലും
അയാൾക്ക് അതിന് ആഗ്രഹം ഉണ്ടെങ്കിലും അത് സാധിച്ചിട്ടുണ്ട്. ഞാൻ പറയുന്നു അത് ലോകം മുമ്പോട്ട് പോകുമ്പോൾ കുറേ അവയവങ്ങൾ ബാധിക്കാതെ ചിലപ്പോൾ അന്നനാളം ആമാശയത്തിനെ തുറന്ന് മസിൽസിനെ തുറന്ന് ഞരമ്പുകൾ, രക്തം, അല്ലെങ്കിൽ എല്ലുകൾ, അല്ലെങ്കിൽ നമ്മുടെ ലൈംഗിക അവയവങ്ങൾ, അതുപോലെ മലമൂത്ര വിസർജനങ്ങളെ നിയന്ത്രിക്കുന്ന അവയവങ്ങൾ, പിന്നെ ക്യാൻസറിന്റെ കാര്യം നേരത്തെ പറഞ്ഞു. ഇതിനേക്കാൾ ഏറെ നമ്മളൊരു മനുഷ്യനായിട്ട് അംഗീകരിക്കപ്പെടില്ല. അതാണ് ഏറ്റവും വലിയ പ്രശ്നം. നമ്മളാരും ഒരു മനുഷ്യനായിട്ട് അംഗീകരിക്കാൻ കൂട്ടാക്കില്ല. അഥവാ അങ്ങനെ അംഗീകരിക്കപ്പെടണമെങ്കിൽ നമ്മളെ തെളിയിക്കണം. തെളിയിക്കലാണെങ്കിലും മദ്യത്തിൽ നിന്ന് വിട്ടു നിന്നിട്ടാണ്. അത് ചിലപ്പോൾ അസാധ്യമായിട്ട് വരും. അപ്പൊ ഇങ്ങനെയുള്ള അവസ്ഥയിലാണ് നമുക്കൊരു ചികിത്സയുടെ കാര്യം വേണ്ടത്. ആ ചികിത്സ അത് ഏത് രീതിയിലായിരിക്കണം, ആധുനിക കാലഘട്ടത്തിൽ അത് എങ്ങനെയായിരിക്കണം, ആ കാര്യം ഞാനൊന്ന് പറയാൻ ആഗ്രഹിക്കുന്നു. ഈ മദ്യാസക്ത രോഗത്തിന്റെ ഉള്ളിൽ ഒരു ചികിത്സ എന്ന് പറയുന്നത് ഒരാൾക്ക് അയാളെ തന്നെ തിരിച്ചു കിട്ടണം. അപ്പൊ അയാൾക്ക് സത്യമായിട്ടുള്ള കാര്യങ്ങൾ, യാഥാർത്ഥ്യത്തെ മുറുകെ പിടിക്കാൻ, അതിന് മനസ്സിലാക്കാനുള്ള ഒരു കഴിവാണ് ആദ്യം. ഞാനൊരു മദ്യാസക്ത രോഗത്തിന്റെ ഉള്ളിലാണ് എന്ന് തുറന്ന് സമ്മതിക്കാനുള്ള ഒരു കഴിവ്. അത് ആൽക്കഹോളിക്സ് അനോണിമസിന്റെ കാര്യത്തിലാണെങ്കിൽ അത് 12 പടികളിൽ ഒന്നാമത്തെ പടിയിൽ അത് പറഞ്ഞിട്ടുണ്ട്. മദ്യത്തിന് നിങ്ങൾ ശക്തിഹീനമാണ്, ജീവിതം അനിയന്ത്രിതമായി പോയിട്ടുണ്ട്, അത് തിരിച്ചു പിടിക്കണം. ഇപ്പോഴത്തെ ഈ ജീവിതം കൊണ്ടു നടക്കാൻ പറ്റുന്നില്ല. എൻ്റെ പഴയ ജീവിതം പിടിക്കാതിരുന്ന കാലഘട്ടത്തിൽ ആ ജീവിതം എനിക്ക് തിരിച്ചു പിടിക്കണം. അങ്ങനെ ആഗ്രഹിക്കുന്ന എത്രയോ ആൾക്കാരുണ്ട്. ഒന്നാമത്തെ ആലോചന അതായിരിക്കും പല ആളുകളും. പക്ഷെ അത് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. 24 മണിക്കൂർ മദ്യത്തിൽ വിട്ടുനിന്ന നമ്മുടെ ഈ നശിച്ചുകൊണ്ടിരിക്കുന്ന ഈ ബ്രെയിനിനെ അതിനൊരു ആശ്വാസം കൊടുക്കുക, ഉപദ്രവത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുക. 90 മീറ്റിങ്ങുകൾ നമ്മുടെ ഇപ്പോഴത്തെ ഈ പ്രോഗ്രാമിൽ ഓരോ ദിവസം എന്നുള്ള കണക്കാണ്. അങ്ങനെ 26 മണിക്കൂർ വീതം ഒരു 90 മീറ്റിങ്ങുകൾ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ, അതിനൊരു അവസരം ഉണ്ടാക്കിയാൽ തന്നെ ഭയങ്കര മാറ്റങ്ങൾ ഉണ്ടാവാൻ പോകും. അപ്പൊ ആ മാറ്റത്തിൽ ഏറ്റവും വലിയ സംഗതി ഒരു ഉൾക്കാഴ്ച ഉണ്ടാകുക എന്നുള്ളതാണ്. ഉൾക്കാഴ്ച. എന്നെ ബാധിച്ച ഈ രോഗം എങ്ങനത്തെ ഒരു രോഗമാണ്, ഞാൻ എന്ത് ചെയ്യണം, ഞാൻ അനുസരണ ഉള്ള ഒരു നല്ല കാര്യങ്ങൾ മുറുകെ പിടിക്കാൻ കഴിവുള്ള ഒരാളാണോ എന്ന് സ്വയം ചോദിക്കേണ്ട ഒരു ആവശ്യമുണ്ട്. അവിടെയാണ് ഏറ്റവും വലിയ ബുദ്ധി. മദ്യാസക്ത രോഗം നഷ്ടപ്പെടുത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ രക്ഷപ്പെടാനുള്ള ഒരു ബുദ്ധിയാണ് ഒന്നാമത്. ഇന്റലിജൻസ്, ഇതിന് കോഗ്നീഷൻ എന്നൊക്കെ പറയും, തിരിച്ചറിവ്. അപ്പൊ ഈ കോഗ്നീഷന്റെ കൂടെ ചിന്ത, അതുപോലെ ഫീലിങ്സ്, ബിഹേവിയർ എല്ലാം തിരിച്ചു കിട്ടും. അതൊരു മെച്ചപ്പെട്ട അവസ്ഥയിലേക്ക് മാറ്റിയെടുക്കും ഒരു മാനസാന്തരം കൊണ്ട്. അതാണ് ഒന്നാമത്തെ കാര്യം. അപ്പോൾ അത് നിലനിർത്തണമെങ്കിൽ, ഈ മനസ്സിന്റെ നല്ല അവസ്ഥ നിലനിർത്തണമെങ്കിൽ 24 മണിക്കൂറുകളും വിട്ടൽ നിന്ന് നമ്മുടെ ബ്രെയിനെ നമ്മൾ രക്ഷപ്പെടുത്തും. അപ്പൊ ആ ബ്രെയിൻ എന്ന് പറഞ്ഞ കാര്യങ്ങൾ ഞാൻ പറഞ്ഞല്ലോ, ചിന്തകളും തോന്നലുകളും വികാരങ്ങളും സ്വഭാവങ്ങളും, ഇതിലെല്ലാത്തിലും മാറ്റും. ഇത് നമുക്ക് അഭികാമ്യമായിട്ടുള്ള, നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു കാര്യം നമ്മൾ സ്വീകരിക്കുള്ളൂ. ആ രീതിയിലേക്ക് നമ്മൾ പരുവപ്പെടും. അതിനെ വിട്ട് നമ്മൾ മദ്യമില്ലാത്തൊരു ജീവിതത്തെ നമ്മൾ
ആഗ്രഹിക്കുകയും സ്വീകരിക്കുകയും നടപ്പിലാക്കുകയും ചെയ്യും നമ്മുടെ ജീവിതത്തിൽ. അത് പിന്നെ ആസ്വാദകരമാണെന്നും നമ്മൾ കുറച്ചുകൂടി മെച്ചപ്പെട്ട് വന്നിട്ടുണ്ടെന്ന് സമൂഹം അംഗീകരിക്കുകയും ചെയ്യുന്ന ഒരു കാര്യമുണ്ട്. അവിടെ നമുക്ക് കൂടുതൽ ആവേശം ഉണ്ടാകും. അങ്ങനെ മധ്യത്തിൽ നിന്ന് വിട്ടുമായിട്ട് അറിയപ്പെടാൻ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട്. ആ ഒരവസ്ഥ, അംഗീകാരം കിട്ടുന്നു, കഴിവുകൾ തിരിച്ചു കിട്ടുന്നു, കൂടുതൽ ആളുകളുടെ സ്നേഹം, പരിഗണന. അപ്പൊ ആ രീതിയിൽ ഈ ജീവിതത്തെ നോക്കിക്കാണ് യാഥാർത്ഥ്യത്തെ മനസ്സിലാക്കാനുള്ളൊരു കഴിവ് കിട്ടുന്നു. അപ്പൊ 27 മണിക്കൂർ വിട്ടുനിന്ന് മുന്നോട്ട് പോകുകയാണത്. പ്രോഗ്രാം അറ്റൻഡ് ചെയ്യുമ്പോൾ അനുഭവങ്ങളും ശക്തിയും പ്രതീക്ഷയും നമ്മൾ പങ്കുവെക്കുന്നുണ്ട്. ഈ പങ്കുവെക്കല് നമുക്ക് എന്താ തരുന്നത്? ഈ പങ്കുവെച്ചാൽ നമുക്ക് കൂടുതൽ ബുദ്ധി, കൂടുതൽ യാഥാർത്ഥ്യബോധം, കൂടുതൽ കഴിവുകൾ, തിരിച്ചറിവ് ഇതെല്ലാം നമുക്ക് കിട്ടും ഫ്രീ ആയിട്ട്. നമ്മൾ അതിനെ കൂടി തുടക്കത്തിലൊക്കെ ഒരു എല്ലാ കാര്യങ്ങൾ അങ്ങനെ വലിയ ബുദ്ധിപൂർവ്വം മനസ്സിലാക്കുകയൊന്നും വേണ്ട. നമ്മളിങ്ങനെ ഒഴുകിപ്പോകുന്ന ഒഴുക്കിനൊപ്പം പോയാലും മതി. നമ്മുടെ ശരീരം അവിടെ ഉണ്ടെങ്കിലും മതി, മനസ്സ് ഓട്ടോമാറ്റിക്കലി. അപ്പൊ അങ്ങനെ പോയ എത്രയോ ആൾക്കാർ പ്രോഗ്രാമിൽ കൂടി രക്ഷപ്പെട്ടു, അവരുടെ കുടുംബം രക്ഷപ്പെട്ടു, അവർക്ക് സാമ്പത്തികമായി രക്ഷപ്പെടാൻ കഴിഞ്ഞു, അവർ അംഗീകരിക്കപ്പെട്ടു. എല്ലാം നടന്ന കാര്യങ്ങളാണ്. അത് ഇപ്പോഴും നടന്നിട്ടുണ്ട്, പണ്ട് നടന്നിട്ടുണ്ട്, ഇനിയും നടക്കാൻ പോകും. ഒരു തെളിവുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള ഏതൊരു ജീവിത രീതി എന്താണെന്ന് വെച്ചാൽ ക്രമം ഉണ്ടാക്കുന്ന ജീവിത രീതി എന്ന് പറയും. ക്രമം ഉണ്ടാക്കുക. ഇത് തന്നെയാണ് ഈ ആൽക്കഹോളിക്സ് അനോണിമസിന്റെ ആ തുടക്കം. ആ തുടക്കത്തിൽ സംഭവിച്ച ഈ ക്രമം ഉണ്ടാക്കലാണ്. അതെങ്ങനെ ഓരോ അതാണ് നമ്മുടെ ഓക്സ്ഫോർഡ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞ ഒരു ഗ്രൂപ്പ് ഉണ്ടായിരുന്നു. ആ ഗ്രൂപ്പില് അവിടുത്തെ ഫീസ്റ്റുകളൊക്കെ കൂടി ഒരു ക്രമം ഉണ്ടാക്കുന്ന ഒരു ജീവിത രീതി കുറെ ആൾക്കാരെ പഠിപ്പിച്ചു. അതിൽ മദ്യപാനികളുണ്ടായിരുന്നു, കൊള്ളക്കാരുണ്ടായിരുന്നു, കൊലപാതകം നടത്തിയവരുണ്ടായിരുന്നു, സാമൂഹ്യ ദ്രോഹികളുണ്ടായിരുന്നു. അവരൊക്കെ ആ ഓക്സ്ഫോർഡ് ഗ്രൂപ്പിന്റെ ഒരു എന്താ പറയുക, ഒരു ക്രമം ഉണ്ടാക്കൽ പരിപാടിക്ക് വിധേയരാകും. അവരെങ്ങനെ ക്രമം ഉണ്ടാക്കി? അത് നിത്യ ജീവിതത്തിൽ ചെയ്യുന്ന സാധാരണ കാര്യം പോലെ ഒരു ചിട്ടയായിട്ട് ജീവിതത്തിൽ പഠിപ്പിച്ചു. അതിന് ബലം ഉണ്ടായി. അതിൻ്റെ ഉള്ളിൽ മദ്യപാനവും കിട്ടുന്നു. മദ്യം കഴിക്കുന്ന ആൾക്കാരും അവർക്ക് രക്ഷപ്പെടാൻ കഴിയും. അതൊക്കെ തെളിവുണ്ട്. അവർക്ക് ശാരീരികമായിട്ട് ചിട്ടയുണ്ടാക്കി, മാനസികമായിട്ട് ചിട്ടയുണ്ടാക്കി, പെരുമാറ്റത്തിലൊരു ചിട്ടയുണ്ടാക്കി, ഭക്ഷണം കഴിക്കുന്നതിലൊരു ചിട്ടയുണ്ടാക്കി, ഒരു പ്രാർത്ഥന നടത്തുന്നതിലൊരു ചിട്ടയുണ്ടാക്കി. ശരിക്കും പറഞ്ഞൊരു ഓർഡർ. ഈ ഓർഡർ പുറമെയാണ്. ഈ പുറമേയുള്ള ഓർഡർ അകമേ ഒരു ഓർഡർ, ഒരു ക്രമം ഉണ്ടാക്കി. അതായത് നല്ല ചിന്തകളും തോന്നലുകളും വികാരങ്ങളും സ്വഭാവം, അതിലും ക്രമം ഉണ്ടാക്കി. അപ്പൊ പുറമേ ക്രമം ഉണ്ടാക്കി, അകത്ത് ക്രമം ഉണ്ടാക്കി. അങ്ങനെയാണ് ഒരു മാനസാന്തരത്തിൽ കൂടെ അവർ തിരിച്ചു വന്നത്. അത് പരീക്ഷിക്കപ്പെട്ട ഒരു സംഗതിയാണ്. ആ പരീക്ഷണത്തിലൂടെയാണ് ഡബ്ല്യുയും ഡോക്ടർ ബോബും അത് ഏറ്റെടുത്ത് നടത്തി. തങ്ങൾക്കും അങ്ങനെ രക്ഷപ്പെടണമെന്ന് ഒരു ആഗ്രഹം അവർ സ്വയം സംസാരിച്ചപ്പോൾ കണ്ടുമുട്ടി, മനസ്സിലായി. അത് മറ്റുള്ളവർക്ക് കൊടുത്തു, പരീക്ഷിച്ചു, അവരും രക്ഷപ്പെട്ടു. ഇതൊരു പരീക്ഷണം നടത്തി പരീക്ഷിക്കപ്പെട്ട് രക്ഷപ്പെട്ട കാലം രക്ഷപ്പെടുമെന്ന് പ്രവചിക്കാൻ പറ്റുന്ന അവസ്ഥയിലെത്തിയ കാര്യമാണ്. അപ്പൊ അതുകൊണ്ട് ഈ പ്രോഗ്രാമിൽ വന്ന സുഹൃത്തുക്കളോട് ഞാൻ പറയുന്നു, ഇത് പ്രയോഗത്തിൽ വന്ന തെളിയിക്കപ്പെട്ട ഒരു കൂട്ടം ആളുകളുടെ ഇടയിലാണ് ഇന്ന് വരുത്തുന്നത്. അപ്പൊ അത് മുറുകെ പിടിക്കാം. പിന്നെ
രണ്ട് കൈയും നീട്ടി മുറുകെ പിടിക്കാൻ പറ്റുന്നൊരു ഒരു സയന്റിഫിക് ആയിട്ടുള്ള കാര്യമാണ്. ഞാൻ പറഞ്ഞത് ഈ പ്രോഗ്രാമിൽ വരുമ്പോൾ അയാൾക്ക് യാഥാർത്ഥ്യം മനസ്സിലാവും. രണ്ടാമത്തെ കാര്യം അയാൾക്ക് ബുദ്ധി ഉണ്ട്, ബുദ്ധി തിരിച്ചു കിട്ടും. അതുകൂടാതെ അയാൾക്ക് ബന്ധങ്ങളുടെ വലിപ്പം മനസ്സിലാവും. ബന്ധങ്ങൾ എന്താണ് ബന്ധം എന്ന് വെച്ചാൽ അതാണ് ബോധം എന്ന് തന്നെ അയാൾക്ക് മനസ്സിലാവും. ബോധത്തിന് ശക്തി ഉണ്ടാകുന്ന ബന്ധത്തിൽ കൂടിയാണ്, എളിമയിൽ കൂടിയാണ്, സ്നേഹത്തിൽ കൂടിയൊക്കെ ആണെന്ന് അയാൾക്ക് മനസ്സിലാവും. പ്രാക്ടീസ് ചെയ്യും. മറ്റൊന്ന് നമുക്ക് ശരീരത്തെ കുറിച്ച് നല്ലൊരു ബോധം വരും. എന്റെ ശരീരം അങ്ങനെ മരണത്തിന് വലിച്ചെറിഞ്ഞു കൊടുക്കാനുള്ളതല്ല. അങ്ങനെ ഈ ലഹരി വസ്തുക്കൾക്കോ അതിന്റെ പുറകെ നടക്കുന്ന മറ്റാൾക്ക് വലിച്ചെറിഞ്ഞു കൊടുക്കാനുള്ള ഒരു സാധനമൊന്നുമല്ല എന്റെ ശരീരം. അത് വിലപ്പെട്ട ഒരു സാധനമാണെന്ന് മനസ്സിലാവും. മറ്റൊന്ന് അതിലുള്ള മനസ്സാണ്. ആ മനസ്സ് അതുപോലെ വലിച്ചെറിഞ്ഞു കളയാനുള്ളതൊന്നുമല്ല. അത് വളരെ വിലപ്പെട്ട ഒരു സാധനമാണ്. അതെങ്ങനെ കൊണ്ടു നടക്കണമെന്നൊക്കെ അയാൾക്ക് മനസ്സിലാവും പ്രോഗ്രാമിൽ. അനുഭവങ്ങളും ശക്തിയും പ്രതീക്ഷയും പരസ്പരം പങ്കുവയ്ക്കുന്നതിലൂടെ കിട്ടുന്ന ഈ അറിവ്, തിരിച്ചറിവ്, അതിൽ കൂടിയാണ് ഒരു കഴിവൊക്കെ തിരിച്ചു കൊടുക്കുന്നത്. ഇത് നടന്ന കാര്യമാണ്. അപ്പോൾ ആൽക്കോളിക് ഇപ്പൊ എന്ന സുഹൃത്തുക്കളോട് ഞാൻ പറയാനുള്ളത്, 24 മണിക്കൂർ പ്രോഗ്രാം പ്രാക്ടീസ് ചെയ്യുക. 90 ദിവസത്തെ മീറ്റിങ്ങുകൾ നിങ്ങളെ മാറ്റിമറിക്കും. അത് നിങ്ങളുടെ ജോലി മെച്ചപ്പെടുത്തും, നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ പരസ്പര ബന്ധങ്ങൾ മെച്ചപ്പെടുത്തും, ജീവിക്കാനുള്ള ഉത്സാഹം തിരിച്ചു കിട്ടും. അതുപോലെ മാനസിക രോഗത്തിൽ നിന്ന് ഒരു തിരിച്ചുവരവ് നടത്താൻ സാധിക്കും. ചില ആൾക്ക് ചികിത്സ മുമ്പോട്ട് കൊണ്ടുപോകേണ്ടി വരും. എന്നാൽ പോലും എൻ്റെ അഭിപ്രായത്തിൽ ഏത് വന്ന എത്രയോ ആളുകൾക്ക് മാനസികാരോഗ്യം തിരിച്ചു കിട്ടി. ഇത്രയോ ആളുകൾ. അത് ആദ്യകാലത്തുണ്ടായ ചിന്തകൾ, അതായത് ആത്മഹത്യ ചിന്തകൾ, നിയന്ത്രിക്കാൻ പറ്റാത്ത വയലൻസ്, കോപം, ഇതൊക്കെ മാറി ശാരീരികമായിട്ട് മാനസികമായിട്ട് ശാന്തിയും സമാധാനമുള്ള ഒരു ജീവിതം. അതിനെപ്പറ്റി എപ്പോഴും ചിന്തിക്കുന്ന ഒരവസ്ഥ, അതിലേക്ക് അവർ തിരിച്ചു വന്നു. അതിന് സഹായിക്കാൻ അവരുടെ കൂടെ ജീവിച്ചവർക്കും കഴിഞ്ഞു. അവർക്കും സ്വസ്ഥതയും സമാധാനമൊക്കെ തിരിച്ചു കിട്ടി. അപ്പോൾ അങ്ങനത്തെ ഒരു പ്രോഗ്രാമിനെ ഗൗരവമുള്ളൊരു പ്രോഗ്രാമായിട്ട് കണക്കാക്കുക, അതിന് രക്ഷപ്പെടാൻ ഉള്ള ശ്രമം നടത്തുക, അതാണ് എനിക്ക് പറയാനുള്ളത്. അപ്പൊ ഈ രക്ഷപ്പെടല് മറ്റ് ഏതൊരു രോഗത്തെക്കാളും ഈ രോഗത്തിലുള്ള പ്രത്യേക ഞാൻ പറഞ്ഞല്ലോ ക്രമം ഉണ്ടാക്കലാണ്. ഈ ക്രമം ഉണ്ടാകുമ്പോൾ ശരീരത്തിലെ അവയവങ്ങൾക്കൊക്കെ ആ ക്രമത്തിന്റെ ഇതിലാണ് പ്രവർത്തനമൊക്കെ മെച്ചപ്പെടും. അങ്ങനെ പ്രവർത്തനം മെച്ചപ്പെടുത്തി കഴിഞ്ഞാൽ നമ്മള് ഒന്ന് രണ്ട് കാര്യങ്ങൾ വളരെ ശ്രദ്ധിക്കും. സെൽഫ് കെയർ എന്ന് പറയും. നമ്മള് സ്വന്തം കാര്യം നോക്കാനൊരു പ്രാപ്തി ഉടനീളം നമ്മളെ ജീവിതത്തിൽ ഉണ്ടാക്കിയെടുക്കണം. സ്വന്തം കാര്യം. ഈ പ്രോഗ്രാം ഒരു സെൽഫിഷ് പ്രോഗ്രാമാണെന്ന് പറയാം. ഈ കാര്യത്തിൽ നമ്മളെ മെച്ചപ്പെടുത്തിയിട്ട് മാത്രമാണ് മറ്റുള്ളവരെ മെച്ചപ്പെടുത്താൻ പറ്റുള്ളൂ. അല്ലാതെ മറ്റുള്ളവരെ നന്നാക്കിയിട്ട് നന്നാവുമെന്ന് വിചാരിച്ചിട്ട് കാര്യമില്ല. ഉടനീളം നമ്മുടെ കാര്യത്തിൽ നമ്മുടെ ചിന്ത, നമ്മുടെ ജാഗ്രത, നമ്മുടെ ശ്രദ്ധ അതിൽ നമ്മുടെ കൂടെ വേണം. എങ്കിൽ മാത്രമേ നമുക്ക് മാറ്റം ഉണ്ടാവുള്ളൂ. ഞാൻ ഏത് കണ്ടിട്ടുള്ള കാര്യമാണ്. പല സുഹൃത്തുക്കളും എത്രയോ അഭ്യാസത്തില് ഈ പ്രോഗ്രാമിൽ കൊണ്ട് വന്നിട്ട് ഒരു അവസരം ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. നല്ല കാര്യമല്ല. പക്ഷെ കൊണ്ടുവന്ന ആൾ ഒരിക്കലും സോബറാകാൻ പറ്റാതെ മരിച്ചുപോയാൽ അപ്പൊ അതൊരു പൊട്ടക്കലായിട്ട് എനിക്ക് തോന്നുന്നു. സ്വന്തമായിട്ട് അത് പ്രാക്ടീസ് ചെയ്ത് അത് മനസ്സിലാക്കി പഠിച്ച് ചെയ്യാൻ പറ്റാതെ ഞാൻ എന്തോ ഒരു സംഭവം അവിടെ ഒരു അഹങ്കാരമുണ്ട്.
ഇത് ഞാൻ ഒരു കേവനാണെന്ന് കാണിച്ചു കൊടുക്കാനായിട്ട് മറ്റുള്ളവരെ ഏ, മറ്റുള്ളവർ ഇങ്ങനെ പൊക്കിക്കൊണ്ടുവരുന്ന ഒരു ഇപ്പോ ഞാനൊരു സംഭവമാണ് അത് തെളിയിക്കുക. ഇവിടെ എന്താ സംഗതി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ആൽക്കഹോളിക്സ് അനോണിമസിന്റെ എല്ലാ കാര്യത്തിനും എതിരാണിത്. ആൽക്കഹോളിക്സ് അനോണിമസിന്റെ പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ ഒരാളുടെ സ്വന്തം കാര്യം, അയാളുടെ ശരീരവും മനസ്സും ആ, അയാളുടെ ഈ സമൂഹമായിട്ടുള്ള ബന്ധമൊക്കെ മെച്ചപ്പെടുത്തി അയാൾ മുമ്പോട്ട് പോവുക. അതാണ് മുൻഗണന ആദ്യം. അല്ലാതെ ഈ നാട്ടുകാരെ മുഴുവൻ നന്നാക്കാനല്ല, ആദ്യം അയാളെ തന്നെ മാറ്റി നിർത്തുക. അല്ലെങ്കിൽ അത് ഫസ്റ്റ് സ്റ്റെപ്പായി മാറില്ല. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ സുബോധം സ്വീകരിച്ച് സുബോധത്തിന്റെ ഉള്ളിൽ പ്രവർത്തിച്ച് ആ ബോധം മെച്ചപ്പെട്ട് പ്രവർത്തിച്ച് ഒരാളെ നമ്മളെ രക്ഷപ്പെടുത്തുക, അത് മറ്റുള്ളവർ രക്ഷപ്പെടുത്തുക. അത് ഈ സെൽഫ് കെയർ, അതാണ് ഞാൻ പറഞ്ഞത്. സെൽഫ് കെയർ ഇല്ലാത്ത ഒരാൾക്ക് ഈ പരിപാടി നടപ്പിലാക്കി മുമ്പോട്ട് പോകാൻ കുറെ അസാധ്യമാണ്. സെൽഫാണ് ആദ്യം. ഇത് ഞാൻ തന്നെയാണ് രക്ഷപ്പെടുന്നത്. സെൽഫ് കെയർ. അപ്പൊ എന്റെ ബുദ്ധി, എന്റെ കഴിവ് തിരിച്ചു കിട്ടുന്നു, എന്റെ ജീവിതം എങ്ങനെ കൊണ്ടുനടക്കണമെന്ന് എനിക്ക് അറിവ് കിട്ടുന്നു, അതനുസരിച്ച് ഞാൻ പെരുമാറുന്നു. പിന്നെ എന്നെ ശുശ്രൂഷിക്കാൻ, എന്നെ മനസ്സിലാക്കാൻ എനിക്ക് കഴിവ് കിട്ടുന്നു. അതുപോലെ മറ്റ് പുറത്തുനിന്നുള്ള ഉപദ്രവങ്ങള് അത് പോകട്ടെ, അത് ഞാൻ ഏറ്റുപിടിക്കുന്നില്ല. ആ ഉപദ്രവങ്ങൾ പുറത്തേക്ക് പോയിട്ടോട്ടെ. ഞാൻ ഉപദ്രവങ്ങളുടെ പുറകെ ഓടി നടക്കുന്നില്ല. എവിടെയെങ്കിലും ഒരു അടിയോ ബഹളോ തർക്കോ വിഷയമൊക്കെ ഉണ്ടാകുമ്പോൾ ഞാൻ അതിലേക്ക് കയറിപ്പാഞ്ഞ് ഓടി ചെന്ന് കയറി പ്രശ്നങ്ങളൊന്നും പുറത്തുനിന്ന് ഉണ്ടാക്കി സ്വീകരിക്കുന്നില്ല. അപ്പൊ അത് വളരെ പ്രധാനപ്പെട്ട സംഗതിയാണ്. കാരണം നമ്മൾ ഈ ബ്രെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെപ്പോഴും കുഴപ്പത്തിന്റെ ഉള്ളിലേക്ക് പോകാൻ എപ്പോഴും ആഗ്രഹിക്കുന്നില്ല. അഡിക്ഷൻ രോഗമായിട്ട് മാറിക്കഴിഞ്ഞു അതെപ്പോഴും കുഴപ്പത്തിന്റെ ഉള്ളിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നു. അവിടുന്ന് അതിന് തിരിച്ചു പിടിച്ച് കൊണ്ടുവരാൻ ചിലപ്പോൾ ഒരു ആയുസിൽ ചിലപ്പോൾ പിന്നീട് നമുക്ക് കഴിഞ്ഞെന്ന് വരില്ല. അപ്പൊ അതുകൊണ്ട് ഈ സെൽഫ് കെയറും അതുപോലെ നമ്മളെ സ്വയം തിരിച്ചു പിടിക്കാനുള്ള പ്രവർത്തനം വെരി ഇമ്പോർട്ടൻറ്റ്. പുറത്തുനിന്നുള്ള കോലാഹലങ്ങളും രോഗങ്ങളും ഒക്കെ ലെറ്റ് ഗോ, അത് പോട്ടെ എന്ന് വിചാരിക്കുക. നമുക്കതിൽ ഇടപെടാൻ പറ്റാത്തൊരവസ്ഥയാണ്. എപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം. പിന്നെ നമ്മൾ ഓരോ ചലനങ്ങളും, ഓരോ ചലനത്തിലും നമുക്കറിയാം എത്രമാത്രം കഴിവ് കുറഞ്ഞ ആൾക്കാരാണ് നമുക്ക് മനസ്സിലാവും. ഈ ചലനം എന്ന് പറഞ്ഞാൽ മനസ്സിന്റെ ചലനമുണ്ട്. മനസ്സ് ആഗ്രഹിക്കുന്ന കാര്യങ്ങളുടെ പുറകെ പോകണം, നടപ്പിലാവണം. ഇന്റൻഷൻസ്, നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ അതൊക്കെ നടപ്പിലാവണം. അപ്പൊ അത് നടപ്പിലാകുന്നതിന് കഴിവ് പോയിട്ടുണ്ടെന്നുള്ളതിന്റെ തെളിവാണ്. അപ്പൊ നമ്മുടെ കഴിവുകളെ തിരിച്ചു പിടിക്കാനുള്ള വേണം. നമ്മുടെ ജീവിതത്തിന്റെ മേഖലകളെല്ലാം വേണം. പ്രത്യേകിച്ച് നമ്മുടെ ജോലി, നമ്മുടെ വീട്ടിലുള്ള ഉത്തരവാദിത്തം, നമ്മുടെ കൂടെ ജീവിക്കുന്നവരോടുള്ള ഉത്തരവാദിത്തം, അതൊക്കെ നടപ്പിലാക്കാനുള്ള കഴിവുണ്ട്. ശരീരത്തിന് വിശപ്പിന് കറക്റ്റ് സമയത്ത് ഭക്ഷണം കൊടുക്കാനുള്ള കഴിവ്, ഉറങ്ങാനുള്ള കഴിവ്, വിശ്രമം കൊടുക്കാനുള്ള കഴിവ്, നല്ല പോഷക ആഹാരങ്ങൾ കൊടുക്കാനുള്ള കഴിവ്, അതൊക്കെ വളർത്തിയെടുത്തു കഴിഞ്ഞാൽ മാത്രമേ ഈ ബ്രെയിനിന് രക്ഷപ്പെടാൻ പറ്റുള്ളൂ. മാറ്റങ്ങൾ. അപ്പൊ അങ്ങനെയുള്ള ഈ മാറ്റങ്ങളെ സ്വീകരിക്കുകയും അതുപോലെ പങ്കെടുക്കൽ എന്ന് പറഞ്ഞൊരു പരിപാടി, പങ്കെടുക്കൽ. നമ്മൾ ഈ മനുഷ്യകുലം നിലനിൽക്കുന്നതും വളരുന്നതും ഇന്നിപ്പോ ഭയങ്കര മെച്ചപ്പെട്ടെന്ന് ഞാൻ പറയുന്നില്ല. മനുഷ്യകുലത്തിൽ അതാത് കാലത്ത് ഭയങ്കര തകർച്ചകൾ ഉണ്ടാകുന്നുണ്ട്. ഇപ്പൊ അങ്ങനത്തെ ഒരു കാലമാണ്. മനുഷ്യകുലം പങ്കെടുക്കലിൽ കൂടെയാണ് മനുഷ്യർ. ഇപ്പൊ ഗ്രൂപ്പ് ആക്ടിവിറ്റി ആണ്. പരസ്പരം ഗ്രൂപ്പ് വെല്ലുവിളികളും
ആത്മീയത നശിച്ച ഒരു ലോകം, അതാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അടിച്ചേൽപ്പിക്കപ്പെടുന്ന ചില കാര്യങ്ങൾ, അതിലൂടെ ഈ ലോകം വല്ലാത്തൊരവസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. മരണം എന്നുള്ളതൊന്നും ഒരു പ്രശ്നമല്ലാതെ മാറിയിട്ടുണ്ട്. എന്തായാലും ഈ പാർട്ടിസിപ്പേഷൻ, അതായത് ഈ പാർട്ടിസിപ്പേഷനിൽ മറ്റുള്ളവരുടെ ദുഃഖത്തിൽ നമ്മൾ മനസ്സിലാക്കി നമ്മൾ പങ്കുവയ്ക്കും. അവരുടെ സങ്കടങ്ങൾ നമ്മളെ കൂടി സങ്കടമായിട്ട് മാറും. അപ്പൊ അതാണ് നമ്മളൊരു ആത്മീയമായിട്ടുള്ള മാനം, ആത്മീയമായിട്ടുള്ള നമ്മളെ നിലവാരം അങ്ങനെയാണ്. അത് നമുക്ക് ഫീൽ ചെയ്യും, നമ്മളെ ഉള്ളിലത് ഫീൽ ചെയ്യും. അത് പറഞ്ഞറിയിക്കുന്നതിനേക്കാൾ ഉള്ളിൽ ഫീലിംഗ് ആണുണ്ട്. നമ്മൾ എപ്പോഴും നടക്കുന്ന ഈ ലോകത്തിലെ ക്രമക്കേടുകൾ, അവിടെ നടക്കുന്ന മരണങ്ങൾ, രാജ്യവും മനുഷ്യരും ഇങ്ങനെ നശിച്ചുകൊണ്ടിരിക്കുന്നത്, അത് എത്രയോ നമ്മളെ സ്വാധീനിച്ചിട്ടുണ്ടത്. നമ്മളറിയാതെ നമ്മളെ സ്വാധീനിക്കുന്നുണ്ട്, നിരാശ ഉണ്ടാക്കുന്നുണ്ട്. അതിൻ്റെ ഉള്ളിലാണ് ഈ തലച്ചോറിനെ കൂടുതൽ കുഴപ്പത്തിലേക്ക് കാണിക്കുന്ന ഈ മദ്യപാന രോഗം പോലുള്ള സംഖ്യ. എന്നാലും പുതിയതായിട്ട് വന്ന സുഹൃത്തുക്കളോട് എനിക്ക് പറയാനുള്ളത്, ഇന്നത്തെ ഒരു ദിവസം എന്നുള്ള കണക്കിൽ 24 മണിക്കൂർ, ഇപ്പം 90 ഡേയ്സ് ഈ പ്രോഗ്രാമിലൂടെ സുബോധവാനായിരിക്കുക. ആ സുബോധത്തിൽ നമുക്കെല്ലാം തിരിച്ചു കിട്ടുന്നതാണ്. ആ തിരിച്ചു കിട്ടുന്നുള്ളത് ഉറപ്പായ ഒരു കാര്യമാണ്. യഥാർത്ഥത്തിലുള്ള പ്രാക്ടീസ് കൊണ്ട് തിരിച്ചു കിട്ടും. അപ്പോൾ ഒരിക്കൽ കൂടി ഈ പ്രോഗ്രാമിൽ സംസാരിക്കുന്നത് കേൾക്കാനും നമ്മളോട് ചില ചോദ്യങ്ങളൊക്കെ ചോദിക്കാനും ചില ആളുകൾ ഉണ്ടാവും. അത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ്. ഈ പ്രോഗ്രാം എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ വിലപിടിപ്പുള്ളൊരു സമയമാണ്. വളരെ വളരെ വിലപിടിപ്പുള്ളൊരു കാര്യം. ഈ പ്രോഗ്രാം എനിക്ക് ഒത്തിരി മാനസികമായിട്ടുള്ള ഒരു സുഖം തരുന്നുണ്ട്. എനിക്ക് ഉപദേശിക്കാനുള്ള കഴിവൊന്നുമല്ല, ഒത്തിരി ആളുകളുടെ ജീവിതം മാറ്റിമറിക്കപ്പെടുന്നതിനെ പറ്റി എനിക്ക് ഭാവനയിൽ കാണാൻ പറ്റും. അത് ചിലപ്പോൾ അവർ പറയുവാണ്, ഞാൻ ഇത്ര നാൾ കുടിച്ചിട്ടില്ല, നല്ല സുഖമുണ്ട്, എൻ്റെ വീട്ടിൽ എല്ലാവർക്കും എന്നെ വലിയ കാര്യമാണ് എന്നൊക്കെ കേൾക്കുമ്പോഴുണ്ട്. വലിയ സംഭവമാണ്. ഈ രോഗം എന്താണെന്ന് മനസ്സിലാക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു സംഭവമാണ്. അതൊരിക്കൽ കൂടി എല്ലാവർക്കും വളരെ മേന്മയുള്ളൊരു ജീവിതം 24 മണിക്കൂർ അത് നടത്തി കിട്ടാനുള്ള ശക്തിയും അതിനുള്ള ഒരു വിലപ്പെട്ടൊരു മനസ്സും ഉണ്ടാകട്ടെ. താങ്ക് യു. താങ്ക് യു ഡോക്ടർ. ഞങ്ങളോട് ഇത്ര നേരം ഡോക്ടറിൻ്റെ വിലപ്പെട്ട സമയം ചെലവഴിച്ചതിന് ഒത്തിരി നന്ദിയുണ്ട്. ഡോക്ടറിനോട് എന്തെങ്കിലും ചോദ്യങ്ങൾ ചോദിക്കാനുള്ളവർക്ക്